അങ്ങനെ പാത്തുമ്മയുടെ ആടിനെ തപ്പി ഇറങ്ങിയതാണ്. സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ ആടുണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങളൊരു ടീം അവിടെ എത്തി. ഉച്ചിറക്കൊക്കെ കഴിഞ്ഞ് മയങ്ങാൻ കിടന്ന ആടിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മുടെ പേരൻസും കട്ടയ്ക്ക് നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. നർമ്മകളിലൂടെ സ്വന്തം ജീവിതചരിത്രം അടക്കം തൂലികയിൽ ചലിപ്പിച്ച ഇതിഹാസ കലാകാരനായിട്ടുള്ള രചയിതാവായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഒരു ആട് തയ്യാറാണ്, നമ്മുടെ കുട്ടികൾ തയ്യാറാണ്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ആട് സ്കൂളിലെത്തി. അബു അപ്പോൾ ഇനി ബഷീർ ദിനത്തിനോടനുബന്ധിച്ച് ഒരു ഷോർട്ട് ഫിലിം തയ്യാറായി. ഒരു കാറ് നിറയെ ബഷീറിൻ്റെ കഥാപാത്രങ്ങളൊക്കെ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്വന്തം ജീവിതത്തെ ഇത്ര കോമഡി ആയിട്ട് രചിക്കുന്നതിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഴിവ് ഒരു അസാധ്യം തന്നെയാണ്. സിനിമാ നടിയായിട്ടുള്ള പാത്തുമ്മ നമ്മുടെ കൂടെ ഉണ്ട്, അതുപോലെ തന്നെ സുഹറയുണ്ട്. നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. കുട്ടികളൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഇതിനിടയ്ക്കാണ് ആട് അവിടെ ഇവിടെ നോക്കിയിട്ട് ഒരു ഒറ്റ ഓട്ടം പിറകെ പോയിട്ട് നമ്മൾ കയറിൽ കയറി പിടിച്ചു. ഇവിടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളങ്ങ് മരിച്ച് അഭിനയിക്കുന്നുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആട് ഒട്ടും മോശമല്ല. 100 രൂപയുടെ അഭിനയം വേണമെന്ന് പറഞ്ഞാൽ 5000 രൂപയ്ക്ക് അഭിനയിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. എന്തായാലും കിടിലനായിട്ടുള്ള ഷോർട്ട് ഫിലിമിന് വേണ്ടി നമുക്കെല്ലാം വെയിറ്റ് ചെയ്യാം. ബഷീർ ദിന ആശംസകൾ നേരുകയാണ്.